എഴുത്തുകാരി എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആകുന്നില്ല. ഇക്കാര്യത്തിൽ ഞാൻ സ്വീകരിക്കുന്നത് രാഷ്ട്രപിതാവായ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള നാളുകളിൽ നമുക്ക് തന്ന ഒരു ഉപദേശം തന്നെയാണ്. ജനാധിപത്യം സംബന്ധിച്ച്, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, സാമൂഹികമോ വ്യക്തിപരമോ രാഷ്ട്രീയമോ സാഹിത്യപരമോ സർഗാത്മകമോ ആയ ഏതെങ്കിലും പ്രതിസന്ധിയിൽ ഒരു തീരുമാനമെടുക്കാൻ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളവരിൽ, പരിചയപ്പെട്ടിട്ടുള്ളവരിൽ ഏറ്റവും ദൈന്യത നിറഞ്ഞ, ഏറ്റവും സഹായം ആവശ്യമുള്ള, ഏറ്റവും പിന്തുണ ആവശ്യമുള്ള വ്യക്തികളുടെ മുഖം ഞാൻ ഓർക്കാൻ ശ്രമിക്കും. അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നവരാരാണോ, അവരുടെ പക്ഷത്ത് നിൽക്കുന്നവരാരാണോ, അവരുടെ ജീവിതത്തിന് കൂടുതൽ ഭദ്രമായൊരു അടിത്തറ, അവരുടെ ആയുസ്സിൽ ഏറ്റവും ഭദ്രമായ ഒരു നിമിഷത്തെങ്കിലും സന്തോഷം ചൊരിയാൻ കഴിയുന്നവരാരാണ്, അവരോടൊപ്പമാണ് ഞാൻ നിലനിൽക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ഈ രാഷ്ട്രീയ ദശാസന്ധിയിലും എനിക്ക് തെല്ലും സന്ദേഹങ്ങളില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ചൂരൽമലയിൽ നറുക്കെടുക്കുന്ന ആ വീട്ടമ്മയുടെ കണ്ണിലെ ആനന്ദത്തിന്റെ കണ്ണീരിനാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. ആ കണ്ണീരിനൊപ്പം നിൽക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന് ഇന്ന് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലുള്ള ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള എൻ്റെ ആഹ്ലാദം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു.